നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള പി എസ് സി ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ PYQ ചോദ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. വരുന്ന പരീക്ഷയിൽ നല്ലൊരു മാർക്ക് നേടാൻ വേണ്ടി നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് സാധിക്കും അതിൽ തീർച്ചയാണ്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് PC മഹലനോബിസ് ആണ്. ആരാണ്? PC മഹലനോബിസ്. ഇതെല്ലാവർക്കും അറിയാം അല്ലെ? ഇത് 10th പ്രിലിം പരീക്ഷയിലൊക്കെ ചോദ്യമാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ആരാണ്? PC മഹലനോബിസ്. ഓക്കെ അല്ലേ? ഇനി ദേശീയ ആസൂത്രണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് മേഘനാഥ് സാഹ. ഇതും PSC ഒരു തവണ പ്രസ്താവന രീതിയിൽ ചോദിച്ച ചോദ്യമാണ്. ദേശീയ ആസൂത്രണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് മേഘനാഥ് സാഹ. ആരാണ്? മേഘനാഥ് സാഹ. മറക്കല്ലേ. ഇനി പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? M വിശ്വേശ്വരയ്യ. എന്താണ്? M വിശ്വേശ്വരയ്യ. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ. എന്താണ്? പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് M വിശ്വേശ്വരയ്യ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് PC മഹലനോബിസ്. ആരാണ്? PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ് PC മഹലനോബിസ്. കിട്ടിയില്ലേടാ? അപ്പം പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം വെച്ചത് M വിശ്വേശ്വരയ്യാണ്. ദേശീയ ആസൂത്രണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ മേഘനാഥ് സാഹയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ PC മഹലനോബിസ് അല്ലേ? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് 1950. എപ്പോഴാണ്? 1950. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 അല്ലേ? ഇനി ഈ ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയാണ് ദുർഗാഭായ് ദേശ്മുഖ്. ആരാണ്? ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ പറയണം, അത് ദുർഗാഭായ് ദേശ്മുഖ്. ആരാണ് കൂട്ടുകാരെ? ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖാണ് ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ പറയണം, അത് ദുർഗാഭായ് ദേശ്മുഖാണല്ലേ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണല്ലേ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ പറയണം, അത് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരൽ നന്ദ. ഓർത്തിരിക്കണേ, മാറിപ്പോകല്ലേ. നെക്സ്റ്റ്, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് വർഷം 1965. എന്താണ്? നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്ന വർഷം എപ്പോഴാണ് കൂട്ടുകാരെ? 1965. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1965 അല്ലേ? ഈ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനെ നിയമിക്കുന്ന ആരാണ്? അത് ക്യാബിനറ്റ് ആണ്. ആരാണ്? ക്യാബിനറ്റ്. പ്രസ്താവന രീതിയിൽ ചോദിക്കാം. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? അത് ക്യാബിനറ്റ് ആണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ഡൽഹിയിലെ യോജനാ ഭവൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ്. ന്യൂഡൽഹിയിലെ യോജനാ ഭവൻ. ഇതൊന്നും മറക്കല്ലേടാ, മറക്കല്ലേ. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ കണക്കു പ്രകാരം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷണം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണക്കാക്കുന്നത്? 2100 കലോറി. ആസൂത്രണ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം നഗരപ്രദേശങ്ങളിൽ, ഇതൊക്കെ എത്രയോ തവണ PSC ചോദ്യമാണ് കേട്ടോ. ആസൂത്രണ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം നഗരപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷണം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണക്കാക്കുന്നത്? 2100 കലോറി. എത്രയാണ്? 2100 കലോറി അല്ലേ? എങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ
ആസൂത്രണ കമ്മീഷൻ കണക്ക് പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ എത്ര കലോറിയിൽ താഴെ പോഷണം ലഭിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണക്കാക്കുന്നത്? 2400. എത്രയാണ്? 2400. ഓർക്കണേ, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ കൂടുതൽ എന്താണ്? കൂടുതൽ അധ്വാനിക്കുന്നത്. അപ്പം ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു ദിവസം 2400 കലോറി വേണം. അപ്പോൾ 2400 കലോറി കിട്ടാത്ത അവരെ എന്താണ് ദാരിദ്ര്യയിൽ കണക്ക് പോഷണം ലഭിക്കുന്ന ദാരിദ്ര്യം താഴെ എന്താണ് 2400 താഴെ കലോറി ലഭിക്കുന്നവരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണക്കൂട്ടും. അതുപോലെ നഗരപ്രദേശങ്ങളാണെങ്കിൽ 2100. ഈ ആസൂത്രണ കമ്മീഷൻ ഏത് തരത്തിലുള്ള സ്ഥാപനമായിരുന്നു? അത് ഉപദേശക സ്വഭാവം, അഡ്വൈസറി ബോഡിയാണ് ഈ ആസൂത്രണ കമ്മീഷൻ. അതും കൂടി ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിച്ചത് 2014 ഓഗസ്റ്റ് 17. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ നിലവിലാണ് നീതി ആയോഗ് ആണല്ലേ. ഈ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നാണ്? അത് 2014 ഓഗസ്റ്റ് 17. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ച വർഷം എപ്പോഴാണ് ചോദിച്ചാൽ പറയണം 1951. ഇനി ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിച്ചതാരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിച്ചത് ആരും ചോദിച്ചാൽ പറയണം അത് ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധി. ഇനി ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ഗുൽസാരിലാൽ നന്ദ. അപ്പം ഓർക്കണേ, ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിച്ചത് ഇന്ദിരാഗാന്ധിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ഗുൽസാരിലാൽ നന്ദ. ഓക്കെ അല്ലേ? ഇനി ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. ആരാണ്? നരേന്ദ്രമോദിയാണല്ലേ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയ. ആരാണ്? ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി, ഉപാധ്യക്ഷൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയ. മാറല്ലേ. ഇനി സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ് എന്നീ അപരനാമങ്ങൾ അറിയപ്പെടുന്ന സ്ഥാപനം ആസൂത്രണ കമ്മീഷനാണ്. എന്താണ്? സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ് എന്നീ അപരനാമങ്ങൾ അറിയപ്പെടുന്ന സ്ഥാപനം ആസൂത്രണ കമ്മീഷൻ തന്നെയാണ്. ഇനി ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ തന്നെയാണ് കേട്ടോ. എന്താണ്? ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ ആദ്യമായി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. ആസൂത്രണ കമ്മീഷൻ ആദ്യമായി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. ഇനി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1952 ഓഗസ്റ്റിലാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നത് ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്ന ആരാണ്? അത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലേ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി വിധാൻ ഭവൻ. എന്താണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി വിധാൻ ഭവനാണെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആദ്യ അധ്യക്ഷനാരാണ്? അത് ജവഹർലാൽ നെഹ്റു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആദ്യ യോഗം നടന്നത് 1952 നവംബറിൽ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആദ്യ യോഗം നടന്നത് 1952 നവംബർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ബൈ, സീ യു.